അടുത്ത ഡൈസാക്കറൈഡ് ആണ് മാൾട്ടോസ്. ഇതിലത്തെ മാൾട്ടോസ് ഹൈഡ്രോളിസിസ് ചെയ്ത് നടന്ന 2 മോണോസാക്കറൈഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി നോക്കൂ, ഇതിൽ എവിടെയാണ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഫോം ചെയ്യണത്? ആദ്യത്തെ ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് പൊസിഷനിലും രണ്ടാമത്തെ ഗ്ലൂക്കോസിൻ്റെ 4th പൊസിഷനിലും ഓരോ OH ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇതുപോലെ ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഒരു ഓക്സിജൻ വഴി ഇത് രണ്ടിനെയും ലിങ്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ വഴി ലിങ്ക് ചെയ്യണ ഈ ബോണ്ടിനെയാണ് നമ്മൾ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് പറയുക. അപ്പോൾ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഏതാണ്? ആദ്യത്തെ ഗ്ലൂക്കോസ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് കാർബണിലത്തെ OHഉം അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്ലൂക്കോസ് യൂണിറ്റിലെ 4th കാർബണും തമ്മിൽ അതിൻ്റെ ഇടയിലാണ് C1ൻ്റെയും C4ൻ്റെ ഇടയിലാണ് ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ഫോം ചെയ്യണത്. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലത്തെ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനെ റെഡ്യൂസിങ് ഷുഗർ എന്നാണ് പറയണത്. ഫസ്റ്റ് പൊസിഷനിലുള്ള ഈ പൊസിഷനിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ മോണോസാക്കറൈഡിലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മാൾട്ടോസ്.